ഹലോ, അപ്പോൾ ലൈഫ് റെസിപ്പീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ബ്രഹ്മമുഹൂർത്ത വിളക്കിൻ്റെ ടൈമായി. ഞാൻ 4 മണിയൊക്കെ ആകുമ്പോഴായിട്ടോ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുക. ഒരു 3:30 എഴുന്നേക്കും. 4 മണിയൊക്കെ ആകുമ്പോൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കും. ഞാൻ വിളക്ക് വെക്കുന്നത് കിച്ചണിലാണ്. 5 മൺചിരാത് എടുത്തിട്ട് തളികയിൽ 5 മൺചിരാത് എണ്ണ ഒഴിച്ച്, ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കത്തിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കത്തിക്കും. അത് കഴിഞ്ഞ ശേഷം പൂജാ റൂമിൽ വിളക്ക് വെക്കും. പിന്നെ ഇന്നത്തെ പ്രത്യേകത, ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് ഉപ്പ് ദീപം വയ്ക്കാറുണ്ട് മഹാലക്ഷ്മിക്ക്. നമുക്ക് സാമ്പത്തികപരമായിട്ട് കടങ്ങളും പ്രശ്നങ്ങളും ഉള്ളവർക്കൊക്കെ ഇത് ചെയ്ത് നോക്കാം കേട്ടോ. നല്ലൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാവും. ഒരു മൺചിരാതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും പനിനീരും മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് അത് ഇത്തിരി ഉണക്കി വെക്കുക. ഒന്നെങ്കിൽ തലേദിവസം അത് തേച്ചൊക്കെ ഉണക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് രാവിലെ നമ്മളതിൽ കല്ലുപ്പ് നിറച്ച് വെക്കുക. കിച്ചണിൽ കല്ലുപ്പ് എടുക്കരുത് കേട്ടോ. നമ്മൾ ഇതിനായിട്ട് സെപ്പറേറ്റ് കല്ലുപ്പ് മേടിച്ച് വെക്കണം. നമ്മൾ പൂജയ്ക്കും കാര്യങ്ങൾക്കും എടുക്കണ കല്ലുപ്പ് കിച്ചണിൽ എടുക്കരുത്. അപ്പോൾ അത് ഈ ചിരാതിൽ നിറയ്ക്കുക. നിറച്ച ശേഷം രണ്ടാമതേ ഒരു മൺചിരാതിൽ കുറച്ച് പച്ചരിയും നെയ്യും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്തിട്ട് അതിന് പുറമേ വെക്കുക. അതിന് പുറമേ മൂന്നാമത്തെ ചട്ടിയിൽ മൺചിരാതിൽ നമ്മൾ നെയ്യ് ഒഴിച്ച് വെക്കണം. നെയ്യാണ് ഒഴിക്കേണ്ടത്. നെയ്യ് ഒഴിച്ച് എല്ലാ വെള്ളിയാഴ്ചയും മാത്രം വെച്ചാൽ മതി. നെയ്യ് ഒഴിച്ച് കത്തിക്കുക. ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന് മുന്നിൽ വെക്കാം. അല്ലെങ്കിൽ ലക്ഷ്മി ദേവീനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടും ദീപം കത്തിക്കാം. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള കാര്യം പറയുക, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും. കുറേ മാറ്റങ്ങളുണ്ടാകും കേട്ടോ ജീവിതത്തിൽ. അത് കഴിഞ്ഞ് ഞാൻ വിളക്കെല്ലാം തെളിയിച്ചു. ഞാൻ എല്ലാ വെള്ളിയാഴ്ചയാണ് ഈ ഉപ്പ് ദീപം കത്തിക്കുന്നത്. പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു മുല്ലപ്പൂവിൻ്റെ മാല, ഫോട്ടോ ഉള്ളവർ മുല്ലപ്പൂവിൻ്റെ മാല ഒക്കെ ഇട്ട്, ദേവിക്ക് നല്ല മണമുള്ള പുഷ്പങ്ങളൊക്കെ ഇഷ്ടമാണ് മഹാലക്ഷ്മിക്ക്. അപ്പോൾ അതൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നല്ലതാണ്. അതല്ലാതെ ഉപ്പ് ദീപം മാത്രം കത്തിച്ചാലും കുഴപ്പമില്ല, അത്രയെല്ലാം പ്രശ്നമില്ല. അപ്പം നമ്മൾ പറഞ്ഞത് ഈ ദീപങ്ങൾ കത്തിക്കണതിൻ്റെതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യകാലത്തൊന്നും ബ്രഹ്മമുഹൂർത്ത വിളക്കൊന്നും ഞാൻ തെളിയിക്കില്ലായിരുന്നു. ഇപ്പോൾ കുറച്ചേ ആയുള്ളൂ ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ തുടങ്ങിയിട്ട് 1 മാസത്തോളമായി. അത് തെളിയിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. പ്രത്യേകിച്ച് നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ ചിന്തിക്കാതിരിക്കുക. നമ്മളെപ്പോഴും നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു തന്നത് ആയിട്ട് ദൈവത്തിനോട് നന്ദി പറയുക. അല്ലാതെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ അയ്യോ ഇങ്ങനെയാണല്ലോ, മൊത്തം പ്രശ്നങ്ങളാണല്ലോ എന്ന് പറഞ്ഞ ജീവിതത്തിൽ മൊത്തം പ്രശ്നങ്ങളായിരിക്കും. അതുകൊണ്ട് എഴുന്നേറ്റ് വരുമ്പോൾ നല്ല ഹാപ്പിയായി എഴുന്നേറ്റ് വരിക. പറ്റുമെങ്കിൽ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ഒരു വിളക്കൊക്കെ തെളിയിച്ച് നമ്മുടെ കിച്ചണിലൊക്കെ കുക്കിംഗ് ആരംഭിക്കുക. അപ്പോഴേക്ക് തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി കിട്ടും നമുക്ക്. ഫസ്റ്റ് ചിലപ്പോൾ അതൊന്നും തോന്നില്ല, 2-3 ദിവസം കഴിയുമ്പോൾ നല്ലൊരു എനർജി ആകും നമ്മൾ. അപ്പോൾ ഞാനിത് ചെയ്യാറുണ്ട്. അത് നിങ്ങളുടെയും കൂടി ഷെയർ ചെയ്യാമല്ലോ എന്നോർത്താണ് ഇക്കാര്യത്തെ പറ്റി പറഞ്ഞത്. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വിളക്കെല്ലാം വെച്ച് കഴിഞ്ഞ് നമ്മുടെ ചോറ്റാനിക്കര അമ്പലത്തിൽ ദേവീനെ കാണാൻ പോയി. അവിടെ പോയി ദേവീനെ കണ്ട് തൊഴുതു, പ്രാർത്ഥിച്ചു. ഇന്നത്തെ ദിവസം ഇങ്ങനെ സന്തോഷകരമായി മാറ്റി. അപ്പോൾ നിങ്ങളും അതുപോലെ ഓരോ ദിവസവും സന്തോഷത്തോടെ ഇരിക്കുക.